വീടുകളിലും ഓഫീസുകളിലുമെല്ലാം വയർലെസ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കായി പൊതുവെ നമ്മൾ ആശ്രയിക്കുന്നത് വൈഫൈ നെറ്റ്വർക്കുകളെയാണ്. വൈഫൈ കണക്ഷൻ ഇല്ലാത്ത വീടുകളും ഇന്ന് വളരെ കുറവാണ്. എന്നാൽ വൈഫൈയേക്കാൾ വേഗതയും സുരക്ഷിതത്വവും ലഭിക്കുന്ന മറ്റൊരു സംവിധാനം നിലവിലുണ്ട്. അതാണ് ലൈറ്റ് ഫിഡലിറ്റി സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ ലൈഫൈ. വയർലെസ് വിവര കൈമാറ്റ സാങ്കേതിക വിദ്യയുടെ ഭാവിയാണ് ലൈഫൈ എന്നും പൊതുവെ ഒരു സംസാരമുണ്ട്. ഈ സംവിധാനം ഉപയോഗിച്ച് അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, ദൃശ്യമായ പ്രകാശം എന്നിവയിലൂടെയെല്ലാം വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. റേഡിയോ തരംഗങ്ങൾക്ക് പകരം ഇവിടെ പ്രകാശത്തിലൂടെയാണ് വിവര കൈമാറ്റം നടത്തുന്നത് എന്ന് മാത്രം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ അഥവാ LED-കളാണ് അതിനായി ഉപയോഗിക്കുന്നത്. LED ലൈറ്റുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നലുകൾ പുറത്തുവിടുകയും അത് വിവിധ ഉപകരണങ്ങളിലെ ഫോട്ടോ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി. 2011 ടെക് ഗ്ലോബൽ ടോക്കിൽ ജർമ്മൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രൊഫസറായ ഹെറാൾഡ് ഹാസ് ആണ് ലൈറ്റ് ഫിഡലിറ്റി ആദ്യമായി അവതരിപ്പിച്ചത്. വൈഫൈയേക്കാൾ വേഗമേറിയ ലൈഫൈയുടെ ബാൻഡ് ഫ്രീക്വൻസി 2,00,000 GHz ആണ്. വൈഫൈയുടേത് പരമാവധി 5 GHz ആണുള്ളത്. ഇതിന് സെക്കൻഡിൽ 200 GB ഡാറ്റ കൈമാറാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും വേഗമേറിയ വൈഫൈക്ക് 60 GHz ബാൻഡിൽ മാത്രമാണ് 7 GB ഡാറ്റ കൈമാറാനാവുക. നമ്മൾ വീടുകളിലും മറ്റും ഉപയോഗിക്കുന്ന LED ബൾബുകൾ പോലെയുള്ള ബൾബുകൾ ലൈഫൈക്കായി ഉപയോഗിക്കാനാകും. ഇത് പ്രവർത്തിക്കാനായി സ്ട്രീറ്റ് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ്, അങ്ങനെ എന്തും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ലാപ്ടോപ്പിൽ നിന്നും ഫോണിൽ നിന്നും TV സ്ക്രീനിലേക്ക് സ്ട്രീം ചെയ്യാനും ഉപകരണങ്ങൾ തമ്മിൽ ഫയലുകൾ കൈമാറാനുമെല്ലാം ഇതുവഴി സാധിക്കും. പ്രകാശം വഴി റേഡിയോ ഫ്രീക്വൻസിയേക്കാൾ 100 മടങ്ങിലധികം വേഗത്തിൽ വിവര കൈമാറ്റം സാധ്യമാവുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് വൈഫൈയുടേത് സെക്കൻഡിൽ 1 GB ആണെങ്കിൽ ലൈഫൈയിൽ അത് സെക്കൻഡിൽ 100 GB എന്ന നിലയിലേക്ക് ഉയരും. മതിലുകളും തടസ്സങ്ങളും മറികടന്ന് വൈഫൈ സിഗ്നലുകൾക്ക് സഞ്ചരിക്കാവുന്നതിൽ കൂടുതൽ ദൂരത്തേക്ക് കണക്ടിവിറ്റി എത്തിക്കാൻ അതുവഴി സാധിക്കും. എന്നാൽ ലൈഫൈക്ക് അതൊരു പരിമിതിയാണ്. ഇന്റർനെറ്റ് സ്രോതസ്സായ പ്രകാശമുള്ള സ്ഥലത്ത് മാത്രമേ ലൈഫൈ കണക്ടിവിറ്റി ലഭിക്കൂ. വൈഫൈയേക്കാൾ സുരക്ഷയിൽ മുന്നിലാണ് ലൈഫൈ. പ്രകാശ സ്രോതസ്സിനെ ആശ്രയിക്കുന്ന ലൈഫൈ നെറ്റ്വർക്കുകൾക്ക് മതിലുകൾക്കപ്പുറത്തേക്ക് പ്രവേശിക്കാനാകില്ല. എന്നാൽ അനുമതിയില്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കാനും ആകില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ലൈഫൈ കൂടുതൽ ആപ്റ്റ് ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. ലൈഫൈ നെറ്റ്വർക്കിനെ സമീപത്തുള്ള 4G, 3G വൈഫൈ തരംഗങ്ങളുടെ പ്രവർത്തനം ബാധിക്കില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം. അതിനാൽ വിമാനങ്ങൾക്കുള്ളിൽ കണക്ടിവിറ്റി എത്തിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാകും. അതുപോലെ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ കൂടുതൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിന്റെ വേഗത്തെ ബാധിക്കാനിടയുണ്ട്. ഒരു മെസ്സേജ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിനും തിരിച്ചെത്തുന്നതിനും വേണ്ട ലേറ്റൻസി സമയവും വർദ്ധിക്കും. എന്നാൽ ലൈഫൈക്ക് അത്തരം തടസ്സങ്ങൾ ഉണ്ടാകില്ല. ഈ വിദ്യ മെച്ചപ്പെട്ട സേവനം തന്നെയാണ് ഓരോ ഉപഭോക്താവിനും നൽകുന്നത്.